ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിറ വിഷൻ യൂട്യൂബ് ക്ലാസ്. ഇന്ന് ഞാൻ കുറച്ച് കൺഫ്യൂസിംഗ് ഫാക്ട്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ഭാഷാ ദിനപത്രമാണ് ദിഗ്ദർശൻ. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള പ്രാദേശിക ഭാഷാ പത്രമാണ് ദൈനിക് ജാഗരൺ. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഇന്ത്യൻ പ്രദേശങ്ങളാണ് അരുണാചൽ പ്രദേശും ലക്ഷദ്വീപും. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ഇന്ത്യയിലെ ദിനപത്രമാണ് ദൈനിക് ഭാസ്കർ. നെക്സ്റ്റ്, ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ മുദ്രാവാക്യമാണ് ദ ലോർഡ് ഈസ് മൈ ലൈറ്റ്, ദാറ്റ് ഈസ് ഈശ്വരനാണ് എൻ്റെ വെളിച്ചം. ഫ്രം ഹിയർ ലൈറ്റ് ആൻഡ് റോഡ്, ഇവിടെ നിന്നും വെളിച്ചവും അമൂല്യജ്ഞാനവും പ്രവഹിക്കുന്നു എന്ന് മുദ്രാവാക്യമുള്ളത് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിലാണ്. മൈൻഡ് ആൻഡ് ഹാർട്ട്, മെയ്യും മനസ്സും എന്നത് മസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി USA അഭ്യുദയ എന്ന ഹിന്ദി വാരിക ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. അദ്ദേഹം അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനങ്ങളാണ് 1909 ലാഹോർ സമ്മേളനം, 1918 1932 ഡൽഹി സമ്മേളനങ്ങൾ, 1933 കൽക്കത്ത സമ്മേളനം. ആരംഭിച്ച ഇംഗ്ലീഷ് വാരികയാണ് ദി പീപ്പിൾ. മകരം എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തി. ലാല ലജ്പത് റായിയോടൊപ്പം ഇൻഡിപെൻഡന്റ് പാർട്ടി രൂപീകരിച്ചു. മഹാമാന്യ, പ്രിൻസ് ഓഫ് ബെഗേഴ്സ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നു. കോമിക് സിറ്റി എന്ന അപരനാമമുള്ള യൂറോപ്യൻ നഗരമാണ് ബ്രസൽസ്. പുസ്തകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ബ്യൂണസ് അയേഴ്സ് ആണ്. സ്വർഗത്തിന്റെ ഭൂമിയിലെ ശാഖ എന്നറിയപ്പെടുന്നതാണ് കരാക്കസ്. സൂര്യന് കീഴിലെ ഹരിത നഗരം നൈറോബി. മാലാഖമാരുടെ നഗരമാണ് ബാങ്കോക്ക്. ലോകത്തിന്റെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് UN സെക്രട്ടറി ജനറൽ ആണ്. UNO സൈനികമായ ഇടപെടൽ നടത്തിയ ആദ്യ യുദ്ധമാണ് 1950 കൊറിയൻ യുദ്ധം. ആപ്തവാക്യമാണ് ഇത് നിങ്ങളുടെ ലോകം, ഇറ്റ്സ് യുവർ വേൾഡ്. UN ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ആദ്യത്തെ ദിനാചരണമാണ് മനുഷ്യാവകാശ ദിനം. കർണാടക, ഹിന്ദുസ്ഥാനി എന്നിങ്ങനെ പേരുകളുള്ള വ്യത്യസ്ത സംഗീത പദ്ധതികളെ പറ്റി ആദ്യമായി സൂചിപ്പിക്കുന്ന സംഗീത സുധാകരം എന്ന കൃതി രചിച്ച ദേവഗിരിയിലെ രാജാവാണ് ഹരിപാലൻ. 72 അടിസ്ഥാന രാഗങ്ങളെ ആധാരമാക്കിയുള്ള ആധുനിക കർണാടക സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവാണ് വെങ്കിടമയി. സംഗീത കച്ചേരിയിൽ ആദ്യമായി വയലിൻ ഉപയോഗിച്ച സംഗീതജ്ഞനാണ് മുത്തുസ്വാമി ദീക്ഷിതർ. ഹംസധ്വനി രാഗത്തിന്റെ സൃഷ്ടാവാണ് രാമസ്വാമി ദീക്ഷിതർ. ബിസിനസ് ലോകത്തെ ഓസ്കാർ പുരസ്കാരം എന്നറിയപ്പെടുന്നതാണ് സ്റ്റീവി അവാർഡുകൾ. ഇന്റർനെറ്റ് രംഗത്തെ ഓസ്കാറാണ് വെബ്ബി അവാർഡുകൾ. നൃത്തരംഗത്തെ ഓസ്കാറാണ് കാളവൻ അവാർഡുകൾ. സംഗീത ലോകത്തെ ഓസ്കാറാണ് ഗ്രാമി അവാർഡ്. സംഗീത ലോകത്തെ നൊബേൽ ഏണസ്റ്റ് വോൺ സീമൻസ് മ്യൂസിക് അവാർഡാണ്. ഇന്ത്യക്കാരനായ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ് സർ ഗുരുദാസ് ബാനർജി. ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസത്തിനായി ബ്രിട്ടീഷുകാർ ആദ്യമായി തുക നീക്കിവെച്ചത് 1813 ചാർട്ടർ ആക്ടിലൂടെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല മ്യൂസിയം കൊൽക്കത്തയിലെ അശുതോഷ് മ്യൂസിയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് 1835 നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മറഞ്ഞിരിക്കുന്ന നിധി എന്ന് വിശേഷിപ്പിച്ച കാർഷിക വിളയാണ് ഉരുളക്കിഴങ്ങ്.
ഉരുളക്കിഴങ്ങിൻ്റെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ്. ടെലിവിഷനിൽ പരസ്യം ചെയ്യപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ കളിപ്പാട്ടമാണ് മിസ്റ്റർ പൊട്ടറ്റോ ഹെഡ്. ഉരുളക്കിഴങ്ങ് കൃഷിയുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. പിങ്ക് ആപ്പിൾ, ഗോൾഡൻ വർക്ക്, ഹോംഗാർഡ്, കിങ് എഡ്വേർഡ്, വിവാൾഡി, പിങ്കെ മൊണോലിസ എന്നിവ വിവിധ ഉരുളക്കിഴങ്ങ് ഇനങ്ങളാണ്. തേൻ, തേനീച്ച എന്നിവയ്ക്കുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം ഊട്ടിയിലാണ്. ലോകത്തിൽ ഏറ്റവും അധികം തേൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. തേനിന് പ്രത്യേക മണം നൽകുന്നത് മാലിക് ആസിഡ് ആണ്. അന്താരാഷ്ട്ര തേനീച്ച ഗവേഷണ സമിതിയുടെ ആസ്ഥാനം കാർഡിഫ്, ലണ്ടൻ. ഒരു പ്രദേശത്തെ മണ്ണിലുള്ള ലോഹ സാന്നിധ്യം അവിടുത്തെ തേൻ പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. താങ്ക് യു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ കാണാൻ ഹിറ വിഷൻ യൂട്യൂബ് സന്ദർശിക്കുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങളുമായി ഇനിയും കാണാം.